KR സാജു കൂടി ചേരുന്നു. സാജു, ഒരു മണ്ഡലത്തിൽ വോട്ടുണ്ടായിരിക്കും, മറ്റൊരു മണ്ഡലത്തിൽ അബദ്ധത്തിലോ തെറ്റുകൾ മൂലമോ മറ്റൊരു വോട്ട് കടന്നുകൂടുക, അല്ലെങ്കിൽ ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ്. പക്ഷെ 2 എപ്പിക് നമ്പറിൽ 2 പേരുകളുമായി 2ഇടത്ത് വോട്ടർ ഐ ഡിയും വോട്ടും ഉണ്ടാവുക എന്നുള്ളത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം എങ്ങനെയുള്ള കുറ്റമാണ്? ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് തൃശ്ശൂരിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാജിദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അജിംസ് പറഞ്ഞതുപോലെ തന്നെ, ഒരാളുടെ വോട്ട് 2ഇടത്ത് ഇരട്ട വോട്ട് എങ്ങനെയെങ്കിലും കടന്നുകൂടി എന്നിരിക്കട്ടെ, അപ്പോഴും അവിടെ വേണ്ടത് ഒറ്റ വോട്ടർ ID നമ്പറായിരിക്കണം, അത് മാറാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ID നിലവിൽ ഉണ്ടായിരിക്കെ, സുരേഷ് ഗോപിയുടെ കുടുംബത്തെ തന്നെ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബത്തെ തന്നെ ഉദാഹരണമായി എടുത്താൽ, അവർക്ക് കൊല്ലത്ത് വോട്ടുണ്ട്, അത് ഒരു ID നമ്പറിലാണ്. തൃശ്ശൂരിലേക്ക് അവർ പുതുതായി വോട്ട് ചേർത്തിരിക്കുമ്പോൾ പുതിയ ID നമ്പറാണ് വരുന്നത്. അപ്പോൾ ഇരട്ട ID ആണ് വന്നിരിക്കുന്നത്. ഇതിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ, നിയമപ്രകാരം ഒരാൾക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ പാടുള്ളൂ. വോട്ടേഴ്സ് ID എന്ന നിലയ്ക്ക് ഒന്ന് മാത്രമേ, ഒരു നമ്പറിലുള്ള ഒന്ന് മാത്രമേ പാടുള്ളൂ എന്നുള്ളത് അവസ്ഥയാണ്. രണ്ടാമതൊരു കാർഡ് കൂടി ഒരാൾക്ക് ലഭിച്ചാൽ അയാൾ മറ്റേ കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാക്കി റദ്ദ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിയമപ്രകാരം ആ വ്യക്തിക്ക് തന്നെയാണുള്ളത്. അതായത് അജിംസിനാണ് 2 കാർഡുകൾ ഇത്തരത്തിൽ 2 നമ്പറിലുള്ളത് വരുന്നതെങ്കിൽ ആദ്യത്തേത് അദ്ദേഹം സമർപ്പിച്ച് റദ്ദ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉള്ളത് അജിംസിന് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. 2ഇടത്ത് വോട്ട് നിലനിർത്തുന്നു, 2 വോട്ടേഴ്സ് ഐഡിയും കൈവശം വെക്കുന്നു, ഒന്ന് റദ്ദ് ചെയ്തിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുകയാണ്. ഇത് ക്രിമിനൽ കുറ്റമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ തന്നെ പറയുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകുക വഴി മാത്രമേ ഇത്തരത്തിൽ 2 നമ്പറിൽ 2 കാർഡ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ തന്നെ പറയുന്നത്. അതായത് നേരത്തെ സാജിദ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള തെറ്റായ വിവരങ്ങൾ, അല്ലെങ്കിൽ പേര് മുഴുവനായി നൽകാതെയോ അല്ലെങ്കിൽ പേരിൽ ചില മാറ്റങ്ങളൊക്കെ വെച്ച് നൽകിക്കഴിഞ്ഞാൽ ഇങ്ങനെ ലഭിക്കും. അതായത് ആ വോട്ടർ തെറ്റായ വിവരം സത്യവാങ്മൂലമായി നൽകിക്കൊണ്ട് തന്നെയാണ് ആ രണ്ടാമതൊരു വോട്ടർ ID മറ്റൊരു നമ്പറിൽ വാങ്ങിയിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഇത്തരം വിവരങ്ങൾ നൽകുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ക്രിമിനൽ കുറ്റമാണ്. 1 മുതൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതാണ് വ്യവസ്ഥ. ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഉന്നതരായ വ്യക്തികൾ അടക്കമുള്ളവരുടെ കയ്യിൽ ഇരട്ട ID ഉണ്ട് എന്ന് മനസ്സിലായിട്ടും അവർ തെറ്റായ വിവരങ്ങൾ നൽകിയാണ് അത് സ്വന്തമാക്കിയത് എന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും നിഷ്ക്രിയമായി നിൽക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന സമീപനം. എല്ലാ പരാതികളോടും അവർ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതാണ്, പരാതിയുള്ളവർക്ക് ചട്ടപ്രകാരം കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ പരാതിയുള്ളവർ സത്യവാങ്മൂലം എഴുതി തരണം. അതിലെന്തെങ്കിലും പിശകുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷവും 4 മാസവുമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ IPC പ്രകാരം പോലീസിന് കേസെടുക്കാൻ പറ്റുമോ? പോലീസിനും കേസെടുക്കാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനകത്ത് വ്യാജരേഖകൾ ചമയ്ക്കുക എന്ന ഒരു ഗുരുതരമായ കുറ്റം നിലനിൽപ്പുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിനും ആ വിഷയത്തിൽ ഇടപെടാൻ നിയമപ്രകാരം അതൊരു ക്രിമിനൽ കുറ്റമാണ് വ്യാജരേഖകൾ ചമയ്ക്കുക എന്നുള്ളത്. വ്യാജരേഖകൾ ചമയ്ക്കാതെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ വ്യാജ വിവരങ്ങളും വ്യാജ സത്യവാങ്മൂലങ്ങളും നൽകാതെ കഴിയില്ല. പക്ഷെ കുറെ കൂടി പോലീസിന് മുന്നോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയാൽ, സംസ്ഥാന DGPക്ക് നിർദ്ദേശം നൽകിയാൽ ഇക്കാര്യം അന്വേഷിക്കണം, ഇങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിന് വ്യാജമായ രേഖകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനകത്തൊരു ആക്ഷൻ ഉണ്ടാവുന്നതാണ്. ഇല്ലെങ്കിൽ പോലും ഇടപെടാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ